ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് നേരത്തെ നിങ്ങളോട് ഉണ്ടായിരുന്ന ആ ഒരു കാഴ്ചപ്പാട് എന്താണ്, അതുപോലെ തന്നെ കറൻ്റ്ലി അവർ ഏത് തരത്തിലാണ് നിങ്ങളെ നോക്കി കാണുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പം മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ടുകളയുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. ഈ ഒരു ടൈമിൽ നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് വളരെ ഡീപ്പായി പോസിറ്റീവായി ആലോചിച്ചുകൊണ്ട് തന്നെ റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ആദ്യമേ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സൺ എങ്ങനെയാണ് നിങ്ങളെ നേരത്തെ കണ്ടിരുന്നത്, അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ നിങ്ങളോടുള്ള ആ ഒരു കാഴ്ചപ്പാട് എങ്ങനെയായിരുന്നു എന്നുള്ളതാണ്. Eight of Cups, Six of Pentacles, Three of Wands, Eight of Pentacles, Five of Wands, Ace of Cups, King of Cups, Eight of Swords, the Emperor, Knight of Swords, Nine of Wands, Judgment, Seven of Cups, Page of Wands, and Six of Cups. അപ്പോൾ നമ്മൾ ഈ ഒരു സ്പ്രെഡിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ പ്രധാനമായിട്ടും കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വ്യക്തി നിങ്ങളെ രണ്ട് തരത്തിലും കണ്ടിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ രണ്ട് തരത്തിലും മനസ്സിലാക്കിയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതായത് പൊതുവെ മെച്ചുവറായിട്ട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യേണ്ടി വരുന്ന ഒരവസ്ഥയിലായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്കൊരു ഹെൽപ്പ് ചെയ്യേണ്ടി വരുന്ന ഒരവസ്ഥയിലായിരിക്കാം. നിങ്ങളത്രയും നല്ല രീതിയിൽ ഈ ഒരു പേഴ്സണെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും കെയർ ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ആ ഒരു ലെവലിൽ ചിന്തിക്കുമ്പോൾ നിങ്ങൾ വളരെ മെച്ചുവറായിട്ടുള്ള, അല്ലെങ്കിൽ എല്ലാം ഹാൻഡിൽ ചെയ്യാൻ പ്രാപ്തിയുള്ള ഒരു പേഴ്സണായിട്ടാണ് അവർ നിങ്ങളെ നേരത്തെ കണ്ടിരുന്നത്. എന്നാൽ അതേ സമയം തന്നെ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഇന്നസെൻറ്റ് ബിഹേവിയർ, അല്ലെങ്കിൽ ഒരു ചൈൽഡിഷ് നേച്ചർ എന്നൊക്കെ പറയുന്ന പോലെയുള്ള കാര്യങ്ങളും അവർക്ക് നിങ്ങളെക്കുറിച്ച് ഫീൽ ചെയ്തിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ രണ്ട് തരത്തിൽ നിന്നുള്ള കാര്യം പറഞ്ഞത്. അപ്പോൾ ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് അതായത് പക്വത വേണ്ട കാര്യങ്ങളിൽ, അല്ലെങ്കിൽ പക്വമായിട്ട് പെരുമാറേണ്ടുന്ന സന്ദർഭങ്ങളിൽ അങ്ങനെ തന്നെ പെരുമാറുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങൾക്ക് അതിനുള്ള ആ ഒരു മെച്യൂരിറ്റി ഉണ്ടെന്ന് അവർ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. എന്നാൽ അതേ സമയം തന്നെ ചിലപ്പോൾ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് അത്രയും സ്വീറ്റായിട്ട് നിൽക്കുന്ന ഒരു സമയത്തായിരിക്കാം, വളരെ ഒരു ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണാണ്. ചില സമയത്ത് നമ്മൾ പറയില്ലേ, കുട്ടികളുടെ പോലെയുള്ള ഒരു നിഷ്കളങ്കതയുണ്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ ചില പിടിവാശികളായിരിക്കാം. അതൊക്കെയുള്ള ഒരു വ്യക്തിയായിട്ട് അവർ നിങ്ങളെ നോക്കി കണ്ടിരുന്നു എന്നുള്ളത് നമുക്കിവിടെ കാണാം. മാത്രമല്ല, ആ ഒരു സമയത്ത് നിങ്ങൾ ചിലപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് പോയാലോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ മാറി നിൽക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം. ദാറ്റ് മീൻസ് ഇപ്പോൾ നിങ്ങൾക്കൊരു സ്ഥലത്ത് വിലയില്ല, അല്ലെങ്കിൽ വാല്യൂ ഇല്ല, ഒരു അംഗീകാരം ഇല്ല എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ അവിടെ ചെന്ന് നിൽക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കണം എന്നില്ല. ഓക്കെ, എനിക്കവിടെ വലിയ സ്ഥാനം ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ആരെയും ബുദ്ധിമുട്ടിക്കുന്നില്ല എന്നുള്ള രീതിയിൽ മാറിപ്പോവുകയോ ഇറങ്ങിപ്പോവുകയോ ഒക്കെ ചെയ്യുന്ന ഒരു പ്രകൃതമായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ളൊരു പേഴ്സൺ ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ ആ ഒരു പേഴ്സൺ, നിങ്ങളുടെ വ്യക്തി, ചിലപ്പോൾ ഒരു തരത്തിലും ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു കോട്ടം ഉണ്ടാവാതിരിക്കാനോ, അല്ലെങ്കിൽ നിങ്ങളായിട്ട് അങ്ങനെ മാറിപ്പോവാതിരിക്കാനോ നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ടാവണം. ഇവിടെ നമ്മൾ കാണുന്ന പോലെ തന്നെ നല്ല രീതിയിലുള്ളൊരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക്
ഈ ഒരു പേഴ്സണിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ അവരതിനായിട്ട് സമയം മാറ്റി വെച്ചതായിട്ട് തന്നെ നമുക്കിവിടെ കാണാം. ഫുള്ളി കോൺസെൻട്രേഷൻ ചിലപ്പോൾ ആ ഒരു സമയത്തൊക്കെ നിങ്ങളുടെ കാര്യത്തിൽ മാത്രമായിരിക്കും. നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുക, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആകെ മുഴുകിയിരിക്കുന്ന ഒരവസ്ഥ, അതിനകത്തായിരിക്കാം ചിലപ്പോൾ അവർക്ക് വളരെയധികം സന്തോഷം ഉണ്ടായിരുന്നത്. ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഒരു കപ്പിൾ എനർജിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ, ചില റിലേഷൻഷിപ്പൊക്കെ വന്നു കഴിഞ്ഞാൽ അവർ ചുറ്റുമുള്ളതെല്ലാം മറന്നു പോകും. ചിലപ്പോൾ അടുത്ത സുഹൃത്തുക്കളിൽ നിന്ന് തന്നെ മാറി അത് മാത്രമാണ് അവരുടെ ലോകം എന്നുള്ള രീതിയിൽ മാറിപ്പോവാറുണ്ട്. ചിലപ്പോൾ രണ്ടുപേരും അങ്ങനെ ആയി പോകാറുണ്ട്, അല്ലെങ്കിൽ ഒരു വ്യക്തി പ്രത്യേകിച്ചും അങ്ങനെ ആയി പോകാറുണ്ട്. അപ്പോൾ ഒരുപക്ഷെ അങ്ങനെയുള്ള ഒരു സന്ദർഭം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടാവും. അത്രയേറെ പ്രിയപ്പെട്ടതായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി, അല്ലെങ്കിൽ നമ്മൾ മുന്നിൽ കാണുന്ന ആ ഒരു പേഴ്സണ് ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനത് കുറച്ചൊന്ന് ഹേർട്ട് ചെയ്താൽ പോലും, അല്ലെങ്കിൽ എൻ്റെ ഭാഗത്തുനിന്ന് ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ പോലും അവർ മാറി നിൽക്കാൻ സാധ്യതയുള്ള ഒരു പേഴ്സണാണ് എന്ന് മനസ്സിലാക്കി എല്ലാ തരത്തിലും സന്തോഷത്തോടെ നോക്കി കണ്ട്, അല്ലെങ്കിൽ ആ ഒരു തരത്തിൽ നിങ്ങൾക്ക് ഒരു ഇമ്പോർട്ടൻസ് തന്നിട്ടില്ല, ഒരു പ്രൈം ആയിട്ട് അവർ കണ്ടിരുന്നത് തീർച്ചയായിട്ടും നിങ്ങളെ തന്നെയാണ് എന്നുള്ളത് നമുക്കിവിടെ തീർച്ചയായിട്ടും കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നിങ്ങൾ ചിലപ്പോൾ വളരെയധികം സ്വപ്നങ്ങളുള്ളൊരു വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ജീവിതത്തിൽ അച്ചീവ് ചെയ്യണം എന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു സ്റ്റേജിലായിരിക്കാം ഈ ഒരു പേഴ്സൺ ഉണ്ടായിട്ടുള്ളത്. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ പൊതുവാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടേതായിട്ടുള്ളൊരു ലക്ഷ്യമുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം. ലൈഫിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളും സ്ട്രഗിൾസും ഒക്കെ അനുഭവിച്ച് പോന്നു കഴിഞ്ഞാൽ പോലും അതിലൊന്നും അടിപതറാതെ എനിക്ക് ഇന്ന ഇന്ന കാര്യങ്ങൾ ഇനിയും എൻ്റെ ലൈഫിലുണ്ട്, ഞാൻ അതിലൊന്നും വീണ് പോവില്ല, ആരൊക്കെ എന്നെ വീഴ്ത്താൻ വിചാരിച്ചു കഴിഞ്ഞാലും ഞാൻ വീണ് പോവില്ല എന്ന് വിചാരിച്ച് വളരെ ധൈര്യമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തി, ഒരു വിഷനുള്ള ഒരു പേഴ്സണായിട്ട് തന്നെ അവർ നിങ്ങളെ നോക്കി കണ്ടിരുന്നു എന്നുള്ളതാണ്. ഒരു ദീർഘവീക്ഷണമുള്ള ഒരു വ്യക്തി എന്നൊക്കെ നമ്മൾ പറയില്ലേ, എന്ന് പറഞ്ഞതുപോലെയുള്ള ആ ഒരു കാഴ്ചപ്പാടൊക്കെയാണ്. മാത്രമല്ല, ചിലപ്പോൾ ആ ഒരു ടൈമിൽ പോലും നിങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാമായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തടസ്സങ്ങളുണ്ട്, ചിലപ്പോൾ അപ്പോഴും ഉണ്ടായിരിക്കാൻ തടസ്സം, അല്ലെങ്കിൽ വരാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു ബോധ്യം ഉണ്ട്, നിങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ടായിരുന്നിരിക്കാം. പക്ഷേ എന്നിരുന്നാൽ പോലും അതിലൊന്നും ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ ഒട്ടും ഒരു എന്താ പറയുന്ന, ഒരു പേടിയോ സങ്കോചമോ ഒന്നും കാണിച്ചിട്ടുണ്ടാവണമെന്നില്ല. തടസ്സങ്ങളുണ്ട്, തടസ്സങ്ങൾ ഉണ്ടാവാം. ചിലപ്പോൾ ഇതിനകത്ത് വേറെ കപ്പിൾ എനർജിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ വേറെ പലരും തടസ്സവാദങ്ങളോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റ് ചെയ്യാനൊക്കെ ശ്രമിച്ചുകൊണ്ട് വരും എന്നൊക്കെ അറിയാമെങ്കിൽ പോലും ചിലപ്പോൾ അവർ വളരെ കോൺഫിഡൻസോട് കൂടിയായിരിക്കാം ആ ഒരു സമയത്ത് പെരുമാറിയിട്ടുള്ളത്. മാത്രമല്ല, നിങ്ങളോട് അവർക്ക് ഉണ്ടായിരുന്നത് ആ ഒരു അൺകണ്ടീഷണൽ ലവ് ആണ്. അത്രയധികം സ്നേഹം ആ ഒരു വ്യക്തി മനസ്സിൽ സൂക്ഷിച്ചിരുന്നു എന്നുള്ളത് തന്നെ നമുക്ക് കാണാം. ഒരുപാട് ഒരുപാട് സ്നേഹം ആ ഒരു വ്യക്തിക്ക് നിങ്ങളോട് ആ സമയം ഉണ്ടായിരുന്നു. ഒരുപക്ഷേ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും തരത്തിലുള്ള ആർഗ്യുമെൻറ്റ്സോ ഫൈറ്റോ ഒക്കെ ഉണ്ടായാൽ പോലും ചിലപ്പോൾ ആ ഒരു വ്യക്തിയായിരിക്കാം അത് മാറ്റാനായിട്ടുള്ള മുൻകൈ എടുക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളെ സമാധാനിപ്പിക്കാൻ, സന്തോഷിപ്പിക്കാൻ ഒക്കെ ആ ഒരു പേഴ്സൺ ആയിരിക്കും കൂടുതൽ ശ്രമിച്ചിട്ടുള്ളത്. നിങ്ങൾ അങ്ങോട്ട് പോകുന്നതിനേക്കാൾ ഉപരിയായിട്ട് അവരായിരിക്കും ചിലപ്പോൾ കൂടുതൽ ഇങ്ങോട്ട് വരുന്നത്. അങ്ങനെയുള്ള എനർജീസൊക്കെ ഇവിടെ നമുക്ക് വളരെ ഹൈ ആയിട്ട് കാണാം. അപ്പോൾ അവിടെ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അവർക്ക് ആ റിലേഷൻഷിപ്പ് അത്രയും പ്രിയപ്പെട്ടതായിരുന്നു. നമുക്കൊരു കാര്യം വളരെ സ്പെഷ്യലാണ്, സംതിങ് സ്പെഷ്യൽ എന്ന് നമ്മൾ കാണുമ്പോൾ അത് നിലനിർത്താനായിട്ട് നമ്മൾ ഏതറ്റം വരെയും പോകും. ചിലപ്പോൾ എന്ത് വിട്ടുവീഴ്ചക്കും തയ്യാറാവും. ചില കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾക്ക് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ പോലും ആ വ്യക്തിയോടുള്ള താല്പര്യം കൊണ്ട് നമ്മൾ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല, ആ ഒരു പേഴ്സൺ അങ്ങനെയല്ലേ, എനിക്ക് പ്രശ്നമില്ല എന്നുള്ള രീതിയിൽ പോലും പലരും നോക്കി കാണാറുണ്ട്. അപ്പോൾ അതുപോലെയുള്ള ഒരു എനർജി നമുക്ക് കാണാം. കാരണം അത്രയേറെ ഈ ഒരു പേഴ്സൺ നിങ്ങളെ ഇഷ്ടപ്പെട്ടിരുന്നു, അല്ലെങ്കിൽ സ്നേഹിച്ചിരുന്നു എന്നുള്ളതാണ്. ഇനി അതുപോലെ തന്നെ ചിലപ്പോൾ നിങ്ങൾ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന സ്വഭാവക്കാരനോ സ്വഭാവക്കാരിയോ ഒക്കെ ആയിരിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ കണ്ടാൽ ചിലപ്പോൾ ഓപ്പണായിട്ട് പറയുന്ന ഒരു പ്രകൃതം ഉണ്ടാവാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ വെട്ടി തുറന്ന് പറയുന്ന ഒരു നേച്ചറൊക്കെ ഉണ്ടാവാനുള്ള ഒരു സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ ചിലപ്പോൾ ചില കാര്യങ്ങൾ ഓവർ തിങ്കിങ്, അത് ചിലപ്പോൾ നിങ്ങളുടെ ഒരു കുറവാണെന്ന് ആ ഒരു പേഴ്സണ് അന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവാം. ചില കാര്യങ്ങൾ നിങ്ങൾ കൽപ്പിച്ചു കൂട്ടി ഉണ്ടാക്കുകയാണ്, അല്ലെങ്കിൽ ചിന്തിച്ച് കാട് കയറി ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ഓവർ തിങ്കിങ് വളരെ കൂടുതലാണ്. ചിലപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഒരു സംശയമോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും ആ ഒരു പേഴ്സൺ ചിലപ്പോൾ പറഞ്ഞിട്ടുള്ളത് അങ്ങനെയായിരിക്കും. ഇതെല്ലാം നിങ്ങളുടെ ഒരു തെറ്റിദ്ധാരണയാണ്, അല്ലെങ്കിൽ കൂടുതൽ അമിതമായിട്ട് ചിന്തിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതാണെന്നുള്ള രീതിയിൽ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്കിവിടെ കാണാം. എന്നാൽ ആ ഒരു എനർജിയിലൊക്കെ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞൊരു കാര്യം തന്നെയാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. അതായത് നമുക്ക് വളരെ സ്നേഹം ഉള്ളൊരു സമയത്ത് നമ്മളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി കുറച്ച് നമ്മളെ ഒന്ന് വേദനിപ്പിക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് ഇങ്ങനെയുള്ളൊരു ക്യാരക്ടർ ഉണ്ട്, അത് ചിലപ്പോൾ നമുക്ക് ഇഷ്ടമാവണമെന്നില്ല, എങ്കിൽ കൂടിയും ആ സ്നേഹം കൊണ്ട് നമ്മളത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് തയ്യാറാവുന്ന ഒരു മനസ്സ് എന്ന് പറയുന്നത് പോലെ തന്നെയാണ്. നിങ്ങൾ വളരെ സ്ട്രോങ് ആൻഡ് ബോൾഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. നിങ്ങൾക്ക് അവരോടും ഇമോഷൻസ് ഉണ്ടെന്നുള്ളത് അറിയാം. ഒരുപക്ഷേ ആ ഒരു സമയത്ത് അവരായിരിക്കാം കൂടുതൽ ഇമോഷൻസ് നിങ്ങളോട്
കാണിച്ചിട്ടുള്ളത്. നിങ്ങൾ കുറച്ചധികം ഒന്ന് മനസ്സിൽ കൺട്രോൾ ചെയ്തായിരിക്കാം ചിലപ്പോൾ പെരുമാറിയിട്ടുള്ളത്. അവരിൽ നിന്നായിരിക്കാം കൂടുതലൊരു സ്നേഹവും കാര്യങ്ങളും കിട്ടിയിട്ടുള്ളത്. അല്ലെങ്കിൽ അവരപ്പോൾ ചിലപ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവാം, ഞാൻ കാണിക്കുന്ന അത്ര സ്നേഹം നിങ്ങൾക്ക് അങ്ങോട്ട് തിരിച്ചില്ലേ എന്ന് ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ ചോദിക്കാനുള്ള ചാൻസ് പോലും ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ വെട്ടി തുറന്ന് പറയുന്ന ഒരു നേച്ചറുണ്ട്. പെട്ടെന്നൊരു ദേഷ്യപ്പെടാനുള്ള സാധ്യതയൊക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കുറച്ചൊരു കൂടുതലായിട്ട് നിൽക്കുന്നൊരു എനർജി ആയിട്ട് തന്നെയാണ് അവർ കണ്ടിട്ടുള്ളത്. ഇനി അതുപോലെ തന്നെ ഒരുപക്ഷെ നിങ്ങൾ കാര്യങ്ങൾ ഭയങ്കരമായിട്ട് അനലൈസ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കാം. ചിലപ്പോൾ ഈ ഒരു വ്യക്തിയേക്കാൾ കൂടുതൽ ലൈഫിൽ എക്സ്പീരിയൻസസ് ഉണ്ടായിട്ടുള്ളത് നിങ്ങൾക്ക് തന്നെയായിരിക്കാം. അത് ചിലപ്പോൾ നിങ്ങളുടെ പാസ്റ്റിൽ ഒരുപാട് കഠിനകരമായിട്ടുള്ള സിറ്റുവേഷനിലൂടെ മുന്നോട്ട് പോകേണ്ടി വരുന്ന ഒരവസ്ഥ, അതെല്ലാം നിങ്ങൾ തകർത്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും മുന്നിലേക്ക് കൊണ്ടുവരാനുള്ള, അല്ലെങ്കിൽ അതിൽ നിന്നൊക്കെ അതിജീവിച്ച് പുറത്തേക്ക് വരാനുള്ള ഒരു സ്ട്രെങ്ത് കാണിച്ചിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കും. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് പെട്ടെന്ന് തകർന്നു പോകുന്ന ഒരു പേഴ്സണാലിറ്റി അല്ല. ഒരുപാട് ലൈഫിൽ ഹഡിൽസിലൂടെയൊക്കെ കടന്നു പോന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതിൻ്റേതായിട്ടുള്ള ഒരു എനർജി നിങ്ങൾക്കുണ്ട്, അല്ലെങ്കിൽ ആ ഒരു സ്ട്രെങ്ത് നിങ്ങൾക്കുണ്ട്. മാത്രമല്ല അതുകൊണ്ട് തന്നെയാണ് ആ ഒരു ഒരു ലൈഫിൽ ഒരുപാട് എക്സ്പീരിയൻസസിലൂടെ കടന്നു പോകുന്ന വ്യക്തി എന്ന് പറയുമ്പോൾ, ചിലപ്പോൾ ഏജ് കൊണ്ട് യങ്ങർ ആണെന്നുണ്ടെങ്കിൽ പോലും ആ ഒരു പേഴ്സൻ്റെ അനുഭവ സമ്പത്ത് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ഒരുപാടൊരു നമ്മുടെ ലോകപരിചയം എന്ന് പറയുന്ന പോലെ, അല്ലെങ്കിൽ മനുഷ്യരെ മനസ്സിലാക്കാനുള്ള കേപ്പബിലിറ്റിയൊക്കെ ചിലപ്പോൾ നിങ്ങൾക്കായിരിക്കാം കൂടുതലുള്ളത്. അപ്പോൾ ആ ഒരു തരത്തിലൊക്കെ അവർ നിങ്ങളെ നോക്കിക്കാണുന്നുണ്ട്, അല്ലെങ്കിൽ നോക്കി കണ്ടിരുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒരുപാട് ചോയ്സസ് ചിലപ്പോൾ ഉള്ള വ്യക്തിയായിരിക്കാം. പലർക്കും നിങ്ങളോടൊരു അട്രാക്ഷനോ താല്പര്യമോ ഒക്കെ തോന്നിയിട്ടുണ്ടാവാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സണേക്കാളും ചിലപ്പോൾ ഏതെങ്കിലും കാര്യങ്ങളിലൊക്കെ മികച്ച് നിന്നിട്ടുള്ളത് നിങ്ങളായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മാത്രമല്ല അവരെ അവരെ ഇഷ്ടപ്പെടാൻ, അല്ലെങ്കിൽ അവരുടെ ക്വാളിറ്റി ഇഷ്ടപ്പെടാൻ, അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ പെരുമാറ്റം ആയിക്കോട്ടെ ഇഷ്ടപ്പെടാനായിട്ട് വേറെ വ്യക്തികളുണ്ട്. അങ്ങനെ ഒരുപാട് ഓഫേഴ്സ് അല്ലെങ്കിൽ ചോയ്സസ് ഒക്കെ കിട്ടാൻ സാധ്യതയുള്ള ഒരു പേഴ്സണാലിറ്റി തന്നെയാണ് നിങ്ങൾ എന്നുള്ള ആ ഒരു കാഴ്ചപ്പാടാണ്. ഇവിടെ നമ്മൾ കാണുന്ന പോലെ തന്നെ അവർക്ക് നിങ്ങളോട് തോന്നിയിരുന്നത് ഒരു ജന്മജന്മാന്തരമായിട്ടുള്ള ബന്ധം എന്നൊക്കെ പറയുന്നത് പോലെ സംതിങ് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കണക്ഷനാണ്, അല്ലെങ്കിൽ ഒരു ഡീപ്പ് ബോണ്ടിങ് അവർക്ക് നിങ്ങളോട് തോന്നിയിട്ടുണ്ട്. ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സണെ നിങ്ങൾക്ക് പാസ്റ്റിലേ അറിയുന്ന വ്യക്തികളായിരിക്കാം, ചെറുപ്പം മുതലേ അറിയാമായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ലൈഫിൽ വന്ന ശേഷം അങ്ങനെയുള്ളൊരു ചില വ്യക്തികൾ നമ്മുടെ ലൈഫിലേക്ക് എൻ്റർ ആയി കഴിഞ്ഞാൽ അധികം നാളുകളൊന്നും ആയില്ല എന്നുണ്ടെങ്കിൽ പോലും നമുക്ക് സ്വയം ഒരു ഫീലിംഗ് ഉണ്ടാവാറുണ്ട്. ഒരുപാട് നാളുകളായിട്ട് ഇവരെ അറിയാലോ, അല്ലെങ്കിൽ ഒരുപാട് എക്സ്പീരിയൻസസ് ഇവരിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെയുള്ളൊരു തോന്നൽ. ചിലപ്പോൾ അത്ര കാലങ്ങളായിട്ട് ഉണ്ടാവണമെന്നില്ല, പക്ഷേ ഉള്ളിൽ ഇങ്ങനെയുള്ളൊരു ഫീലിംഗ് ഉണ്ടാവും ആ ഒരു വ്യക്തിയായിട്ട് ദീർഘനാളത്തെ ഉള്ള ഒരു അടുപ്പമുള്ള പോലെ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു എനർജി നമുക്കിവിടെ കാണാം. തീർച്ചയായിട്ടും ആ ഒരു സോൾമേറ്റ് കണക്ഷൻ പോലെ ഒരു ബോണ്ടിങ് ഉള്ള ഒരു റിലേഷൻഷിപ്പായിട്ട്, ഒരു ആത്മബന്ധമുള്ള ഒരു റിലേഷൻഷിപ്പായിട്ടാണ് ആ പേഴ്സൺ നിങ്ങളെ കണ്ടിരുന്നത്. അവർക്ക് നിങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ളൊരു ഹൈ എനർജി, ഒരു ഹൈ സ്പിരിറ്റ്, അല്ലെങ്കിൽ ആ ഒരു സ്ട്രോങ് അട്രാക്ഷൻ ഒക്കെ നമുക്കിവിടെ കാണാൻ കഴിയുന്ന ഒരു സംഗതിയാണ്. ഫയറി നേച്ചർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതുണ്ട്. ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലുമുള്ള ഒരു ഇമോഷൻസ് അല്ലെങ്കിൽ ഒരു ഫീലിങ്സ് ഒക്കെ നിങ്ങളോട് തോന്നിയിട്ടുള്ള ആ ഒരു തരത്തിൽ നിങ്ങളെ കണ്ടിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ ഓവറോളായിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പോസിറ്റീവ് ആസ്പെക്റ്റ് തന്നെയാണ് ഇവിടെ നമുക്ക് ഹൈ ആയിട്ട് നിൽക്കുന്നത്. പിന്നെ നിങ്ങളുടെ പെട്ടെന്നുള്ള ഒരു ദേഷ്യം വരുന്നൊരു സ്വഭാവമോ, അല്ലെങ്കിൽ എടുത്തിയാടി കാര്യങ്ങൾ ചിലപ്പോൾ ചില സമയങ്ങളിൽ പ്രതികരിക്കുകയോ ഒക്കെ ചെയ്യുന്ന ആ ഒരു നേച്ചറും, അതുപോലെ തന്നെ ഓവർ തിങ്കിങ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് നിങ്ങൾ അത്രയും പ്രിയപ്പെട്ടതായിരുന്നു. നഷ്ടപ്പെടുത്തി കളയാൻ കഴിയാത്തത്രയും ചേർത്ത് പിടിക്കണം എന്ന് ആഗ്രഹിച്ചിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി നമുക്ക് ഈ വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളോടുള്ള ആ ഒരു കാഴ്ചപ്പാട്, എനർജിയൊക്കെ എങ്ങനെയാണെന്നുള്ളത് അറിയാൻ ശ്രമിക്കാം. ടെമ്പറൻസ്, 8 of Cups, Page of Cups, 3 of Wands, Page of Swords, Ace of Cups, Hermit, Queen of Swords, Judgment, 10 of Coins, Page of Wands, 8 of Coins,
Two of Cups, Eight of Swords, the Fool, the Devil, and Two of Wands. ഇവിടെ നമ്മൾ നിലവിലുള്ള ആ ഒരു എനർജി കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ ഒരു പക്ഷേ നോ കോണ്ടാക്റ്റിലായിരിക്കണം. മാത്രമല്ല നിങ്ങൾ കുറച്ചൊന്ന് ഉൾവലിച്ച് നിൽക്കുന്ന ഒരു സിറ്റുവേഷനും ആയിരിക്കാം. അപ്പോൾ നിങ്ങൾ തമ്മിൽ ഏത് കാര്യത്തിൻ്റെ പേരിലാണ് ഈ ഒരു സെപ്പറേഷൻ വന്നിട്ടുള്ളത് അല്ലെങ്കിൽ നോ കോണ്ടാക്റ്റ് വന്നിട്ടുള്ളതെങ്കിലും കറൻ്റ്ലി ഉള്ള നിങ്ങളുടെ നിലപാടെന്ന് പറയുന്നത് എല്ലാത്തിൽ നിന്നും വിട്ടു നിൽക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു എനർജി ആയിട്ടാണ് അവർക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു അത്രയും പരസ്പര സ്നേഹവും കാര്യങ്ങളൊക്കെ നിങ്ങൾ തമ്മിലുണ്ടായിരുന്നു. ആ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും ഒരുപാട് താല്പര്യവും സ്നേഹമൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങൾ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഇപ്പോൾ അവർക്ക് അങ്ങനെ തോന്നുന്നില്ല. നിങ്ങളൊരു പിന്മാറി നിൽക്കുന്ന ഒരു അവസ്ഥയായിട്ട് അല്ലെങ്കിൽ അവരോട് വലിയൊരു മതിപ്പില്ലാതെ നിൽക്കുന്ന ഒരു എനർജി ആയിട്ടാണ് അവർക്ക് തോന്നുന്നത്. മേ ബി അവർ നോ കോണ്ടാക്റ്റ് ഒക്കെ വരുമ്പോഴത്തേക്കും പല കാര്യങ്ങളും നമ്മൾ ചിന്തിച്ചെടുക്കുന്ന കാര്യങ്ങളായിരിക്കും. നമുക്ക് നേരിട്ടൊരു പേഴ്സണായിട്ട് കോൺടാക്ട് ചെയ്യുമ്പോഴത്തേക്കും പിന്നെയും നമുക്ക് അവരോട് ദേഷ്യമുണ്ടോ അല്ലെങ്കിൽ അവർക്ക് നമ്മളോട് ദേഷ്യമുണ്ടോ സ്നേഹമാണോ എന്നുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റും. നോ കോണ്ടാക്റ്റ് ആകുമ്പോഴത്തേക്ക് ഈ പറഞ്ഞതുപോലെ ചില ഫാക്ടേഴ്സ് മാത്രം നോക്കിക്കൊണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ ചില സുഹൃത്തുക്കൾ പറഞ്ഞതായിരിക്കാം, സോഷ്യൽ മീഡിയയിൽ സ്പൈ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയായിരിക്കും. അതൊക്കെ നോക്കിക്കൊണ്ട് നമ്മൾ പല കാര്യങ്ങളും അറിഞ്ഞോ അറിയാതെ ഡിസൈഡ് ചെയ്യുന്നതായിട്ട് പൊതുവെ കാണാറുണ്ട്. എന്ന് പറഞ്ഞതുപോലത്തെ ഒരവസ്ഥയിലൂടെയാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ കടന്നു പോകുന്നത്. അവർക്ക് നിങ്ങളെ കറക്റ്റായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നില്ല. നിങ്ങൾ കുറച്ചൊന്ന് വിട്ട് നിൽക്കുന്നു അല്ലെങ്കിൽ ആ ഒരു പഴയ എനർജി നിങ്ങൾക്ക് അവരോടില്ല എന്നുള്ളൊരു തോന്നൽ ശക്തമായിട്ട് തന്നെ ഈ ഒരു വ്യക്തിക്കുണ്ട്. അപ്പോൾ ആ ഒരു നോ കോണ്ടാക്റ്റ് ആണെന്നുണ്ടെങ്കിലും വീണ്ടും നിങ്ങളിലേക്ക് വന്ന് ചേരാനുള്ള ഒരു ആഗ്രഹം വളരെ കാര്യമായിട്ട് ഈ ഒരു പേഴ്സണിലുണ്ട്. അതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ അവർക്ക് കൂടുതൽ നിങ്ങളിലേക്ക് അടുപ്പം തോന്നുന്നു അല്ലെങ്കിൽ അവരുടെ മാനസികമായിട്ട് ആ ഒരു വ്യക്തിക്ക് ഭയങ്കരമായിട്ടുള്ളൊരു അറ്റാച്ച്മെൻറ്റ്, ഒരു അഡിക്ഷൻ അല്ലെങ്കിൽ ഒരു ഒബ്സഷനൊക്കെ തോന്നുന്ന ഒരു എനർജി ആയിട്ട് തന്നെ കാണാം. അപ്പം അങ്ങനെയുള്ളൊരു സംഗതി എന്ന് പറയുമ്പോൾ ചില കാര്യങ്ങൾ നമ്മളിൽ നിന്ന് പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു പോകുന്നു അല്ലെങ്കിൽ നമ്മളിലേക്ക് വരില്ല എന്നൊക്കെയുള്ളൊരു തോന്നൽ വരുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ടുള്ളൊരു വെമ്പൽ എല്ലാവർക്കും ഉണ്ടാവാറുണ്ട്. കാരണം അതെൻ്റെ കൈവിട്ട് പോവുകയാണോ ഇനി ഒരിക്കലും കിട്ടില്ലേ എന്നൊക്കെയുള്ള ഒരു ഫീലിംഗ് കൊണ്ട് ആണ് ആ പറഞ്ഞ ഒരു വിഷമവും സംഗതികളൊക്കെ ഉണ്ടാകുന്നത്. എന്ന് പറഞ്ഞതുപോലെയുള്ള ഒരു എനർജി നമുക്ക് ഈ ഒരു വ്യക്തിയിലും കാണാം. അതിൽ നിങ്ങളുടെ ഒരു മൗനം അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നിങ്ങൾ ഇവരിൽ നിന്ന് പിൻവലിഞ്ഞിരിക്കുന്നത് ഒരു പ്രധാന കാരണവുമായിട്ടുണ്ടാകും. ചിലപ്പോൾ ഈ ഒരു പേഴ്സൻ്റെ ഭാഗത്തു നിന്നുള്ള മിസ്റ്റേക്ക് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളായിട്ട് മാറി നിൽക്കുന്നതായിരിക്കാം. എന്ത് വേണമെന്നുണ്ടെങ്കിലും ആവാം. ആ ഒരു എന്താണ് നിങ്ങൾക്കിടയിൽ സംഭവിച്ചതെന്നുള്ള കാര്യത്തിലേക്ക് നമ്മൾ പോകുന്നില്ല. ഇപ്പോഴത്തെ ഒരു എനർജി നോക്കുമ്പോൾ ഈ ഒരു തരത്തിൽ കാണുന്നുണ്ട്. എന്നാൽ നമ്മൾ നേരത്തെ സ്പ്രെഡിൽ എടുത്തിട്ടുള്ള പല എനർജീസും നമുക്കിവിടെ തീർച്ചയായിട്ടും റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ കുറേ കാര്യങ്ങളൊന്നും അവരുടെ മനസ്സിൽ നിന്ന് മാറിപ്പോയിട്ടില്ല അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള കുറേ കാഴ്ചപ്പാടുകൾക്കൊന്നും യാതൊരു മാറ്റവും വന്നിട്ടില്ല. അതൊക്കെ ഇപ്പോഴും ആ ഒരു വ്യക്തിയുടെ മനസ്സിനകത്ത് അങ്ങനെ തന്നെ ഉണ്ട് എന്നുള്ളത് നമുക്ക് കാണാം. പ്രത്യേകിച്ച് അവർക്ക് നിങ്ങളോടുള്ള സ്നേഹമായിക്കോട്ടെ, അതെല്ലാം ആ ഒരു വ്യക്തി ഇപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട്. നോ കോണ്ടാക്റ്റ് ആണെന്നുണ്ടെങ്കിൽ പോലും അല്ലെങ്കിൽ അത്ര ഒരു പഴയ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ഒന്നും നിങ്ങൾ തമ്മിൽ ഇല്ലാന്നുണ്ടെങ്കിൽ പോലും ആ ഒരു സ്നേഹത്തിനും കാര്യങ്ങൾക്കൊന്നും ഒരു കുറവും സംഭവിച്ചിട്ടില്ല. ഇപ്പോഴും ആ ഒരു അൺകണ്ടീഷണൽ ലവ് എനർജീസൊക്കെ നമുക്കിവിടെ കാണാം. മാത്രമല്ല അവർ നിങ്ങളെ സ്പൈ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു സംഗതി കൂടിയുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങളുടെ ഒരു മാനസികാവസ്ഥ എങ്ങനെയാണെന്നൊക്കെ അറിയാനായിട്ട് അവരൊരുപാട് താല്പര്യപ്പെടുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ നോക്കിയേക്കാം. അതായത് ഇവിടെ നമ്മൾ പറഞ്ഞതുപോലെ നിങ്ങളുമായിട്ട് കുറച്ചൊന്ന് ഒഴിഞ്ഞു മാറി പോവുകയാണ് അല്ലെങ്കിൽ ഒറ്റപ്പെട്ടിരിക്കാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ നിങ്ങളുടെ ഒരു അട്രാക്ഷൻ അവർക്ക് കിട്ടാനായിട്ട് ആ ഒരു പേഴ്സൺ ശ്രമിക്കുന്നുണ്ടാവാം. പക്ഷേ എന്നാൽ അതേസമയം നിങ്ങൾ വളരെ ഒരു ഹാർഡ് നട്ടായിട്ട് ഇരിക്കുന്ന ആ ഒരു എനർജിയാണ് ഇവിടെയൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. പെട്ടെന്ന് തുണ്ടം രണ്ടെന്ന് പറയുന്ന പോലെ വളരെ ഷാർപ്പായിട്ടിരിക്കുന്ന, ഇമോഷണലി ഒട്ടും അവൈലബിൾ അല്ല എന്നൊക്കെയുള്ള ഒരു ഫീലിങ്ങിലൂടെയാണ് ഈ ഒരു പേഴ്സൺ കടന്നു പോകുന്നത്. ഒരുപക്ഷെ അവരായിട്ട് ഇപ്പം എന്തെങ്കിലും തെറ്റോ കാര്യങ്ങളോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളെ സമീപിക്കാനായിട്ടൊരു ഭയം പോലും ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം. എൻ്റെ ഭാഗത്ത് ഇന്ന തെറ്റുണ്ടല്ലോ, ഞാൻ അവൻ്റെ മുമ്പിൽ ചെന്നാൽ അല്ലെങ്കിൽ അവളുടെ മുന്നിൽ ചെന്ന് കഴിഞ്ഞാൽ എന്നെ ചിലപ്പോൾ കൊന്നു കൊലവിളിക്കുന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ ഉള്ള ഒരു സംഗതിയും കൂടിയാണത്. അതുപോലെ തന്നെ അവരിൽ നിന്നൊന്ന് വിട്ടു നിൽക്കുന്ന ഒരവസ്ഥയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ കാര്യങ്ങൾക്കൊന്നും ഒട്ടും മുടക്കം വരുത്തുന്നുണ്ടാവില്ല. അതെല്ലാം പ്രോപ്പറായിട്ട് ചെയ്യുന്നുണ്ടാവാം. നിങ്ങളുടെ വർക്കായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളായിരിക്കാം. ഇനി ഒരു പക്ഷേ ഈ പറഞ്ഞൊരു രീതിയിൽ അവരെ കാണിക്കുകയാണ്. നിങ്ങളുടെ ഉള്ളിൽ അവരോട് സ്നേഹം എപ്പോഴും ഉണ്ടാവാം. പക്ഷേ പുറമെ അങ്ങനെയൊന്നുമില്ല. ഞാൻ എൻ്റെ വഴിക്ക് പോവുകയാണ് എന്നുള്ളൊരു എനർജി ചിലപ്പോൾ നിങ്ങൾ അവരെ അറിയിക്കാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കാം. അവർ അങ്ങനെ മനസ്സിലാക്കിക്കോട്ടെ എന്നുള്ളത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ ഈ ഒരു രീതിയിൽ പെരുമാറുന്നത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിൽ വളരെ കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. നിങ്ങളുടെ വർക്കുകൾ ചെയ്യുന്നുണ്ട്. ആ ഒരു സ്റ്റബേൺനെസ് ഒക്കെ കാണുമ്പോഴത്തേക്കും ആ പേഴ്സണ് തോന്നുന്നത് നിങ്ങൾ
നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒട്ടും ഇമോഷണലി അവൈലബിൾ അല്ലേ എന്നുള്ള ഒരു തോന്നൽ അവർക്ക് ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ പണ്ട് എങ്ങനെയാണോ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നത് അതുപോലെ ഒന്ന് ചേരാനായിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു എനർജി നമുക്ക് കാണാം. ഇവിടെയാണെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും ആ ഒരു ന്യൂ ബിഗിനിങ്ങിനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. മാത്രമല്ല നിങ്ങളുണ്ടെന്നുണ്ടെങ്കിലാണ് അവർ കംപ്ലീറ്റ്ലി ഒരു സാറ്റിസ്ഫൈഡ് ആകുക എന്നുള്ളൊരു തോന്നലും കാര്യങ്ങളൊക്കെയാണ്. ആ ഒരു ഹാർമണി വേണം. അതായത് നിങ്ങളുടെ ഒരു പാർട്ട്ണർഷിപ്പ് അല്ലെങ്കിൽ ആ ഒരു കമ്പാനിയൻഷിപ്പ് അവർക്ക് തീർച്ചയായിട്ടും ആവശ്യമുണ്ട് എന്നുള്ള ആ ഒരു എനർജിയൊക്കെയാണ് നമുക്കവിടെ കാണുന്നത്. പക്ഷേ എന്നാൽ ഒരു തരത്തിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് നിങ്ങളെ ഒരു ഭയമുണ്ട് എന്നുള്ളതും പറയാം. അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ വ്യക്തി ഭയങ്കരമായിട്ട് സ്റ്റക്കായി നിൽക്കുന്നൊരവസ്ഥയാണ്. അല്ലെങ്കിൽ എങ്ങനെ അത് പ്രൊസീഡ് ചെയ്യണം എന്നറിയാൻ കഴിയാത്തൊരു സിറ്റുവേഷൻ നമുക്ക് കാണാം. ഒരുപക്ഷേ ഉള്ളിൽ സ്നേഹം ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും അവരുടെ സാഹചര്യവശാൽ മാറിപ്പോയിട്ടുള്ളൊരു വ്യക്തിയോ അല്ലെങ്കിൽ ഈ ഒരു നോ കോൺടാക്റ്റിന് അവർ കാരണമായിട്ടുള്ളതൊക്കെ അങ്ങനെ ആയിരിക്കാം. അപ്പോൾ അതുകൊണ്ടാണ് ആഗ്രഹം ഉള്ളിൽ വെച്ചിട്ടും ഒരു സ്റ്റക്നെസ് അവർക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ നിലവിലത്തെ സാഹചര്യത്തിൽ നിങ്ങളോടൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവരായിട്ട് ഇങ്ങോട്ട് വരാനായിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ ചെറിയൊരു അപ്പോളജി കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു എനർജിയിൽ കാണാം. എന്ന് പറഞ്ഞതുപോലെയുള്ള ആ ഒരു ആഗ്രഹം തീവ്രമായിട്ട് ഈ ഒരു പേഴ്സണിലുണ്ട്. അല്ലെങ്കിൽ അവർക്ക് അങ്ങനെയുള്ളൊരു ചിന്താഗതിയുണ്ട്. പക്ഷേ അതിനുള്ള നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പക്ഷേ അവരുടെ ഒരു ധൈര്യക്കുറവായിരിക്കാം, സ്റ്റക്നെസ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വന്നാൽ നിങ്ങളതെങ്ങനെ പ്രൊസീഡ് ചെയ്യും എന്നറിയാത്തൊരു അവസ്ഥയായതുകൊണ്ടായിരിക്കാം. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ തമ്മിലൊരു നോ കോൺടാക്റ്റിലാണ് അല്ലെങ്കിൽ ഒരു ബൗണ്ടറി നിങ്ങൾക്കിടയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും നേരത്തെ അവർക്ക് നിങ്ങളെക്കുറിച്ചുണ്ടായിരുന്ന ആ ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ അവർക്ക് നിങ്ങളോടുണ്ടായിരുന്ന ആ ഒരു പെർസെപ്ഷനിലൊന്നും വലിയ രീതിയിലുള്ളൊരു ചേഞ്ചസോ കാര്യങ്ങളോ ഒന്നും കടന്നു വന്നിട്ടില്ല. മാറ്റമായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് നിങ്ങളുടെ ചില ഇപ്പോഴത്തെ ഒരു പെരുമാറ്റം അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു അവരോടുള്ള എനർജി ആയിരിക്കാം. അതിലൊക്കെ അവർക്ക് ഒരു ഭയമോ അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റക്നെസ്സോ കൺഫ്യൂഷനോ ഒക്കെ ഉണ്ട് എന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി പല കാര്യങ്ങളും ബേസിക് എനർജീസൊക്കെ അതുപോലെ തന്നെയുണ്ട്. അല്ലെങ്കിൽ അവർക്ക് നിങ്ങളെ കണ്ടിരുന്ന ഒരു രീതി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ആ ഒരു സ്നേഹം, ആ ഒരു ഫാക്ടർ ആയിക്കോട്ടെ, അതെല്ലാം അവിടെ നിലനിൽക്കുന്നതായിട്ട് തന്നെ കാണാം. കുറച്ച് കാര്യങ്ങൾക്ക് മാത്രമാണ് ആ ഒരു മാറ്റം വന്നിട്ടുള്ളത്. ആ ഒരു മാറ്റം എന്ന് പറയുന്നത് നിങ്ങൾക്കിടയിൽ വന്നിട്ടുള്ള സിറ്റുവേഷണൽ ചേഞ്ചസ് അല്ലെങ്കിൽ കാലം വരുത്തി വെക്കുന്ന ചില മാറ്റങ്ങളുണ്ട് മനുഷ്യർക്ക്. നമ്മളുടെ എക്സ്പീരിയൻസസ് കൊണ്ട് ഉണ്ടാവുന്ന ഒരു മാറ്റമാണ്. പ്രത്യേകിച്ച് ഈ ഒരു എനർജി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നിങ്ങളുടെ ഒരു ഇവരിൽ നിന്നുണ്ടായിട്ടുള്ള എക്സ്പീരിയൻസ് കൊണ്ടാണ് നിങ്ങൾ കുറച്ചും കൂടി സ്റ്റബേൺ ആയി പോയത്. അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഒന്ന് പിൻവലിഞ്ഞിരിക്കുന്നതെന്നൊക്കെ ഉള്ളത് അവർക്കും അറിയാം. അതറിയാഞ്ഞിട്ടല്ല. പക്ഷേ എങ്കിലും അങ്ങനെയുള്ള ഒരു പേഴ്സൺ എന്ന് പറയുമ്പോൾ നേരത്തെ ഒരുപാട് സ്നേഹം കാണിച്ചിട്ടുള്ള ഒരു വ്യക്തിക്ക് ഇപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ഇരിക്കുന്നത് അവരെ കുറച്ചൊന്ന് അമ്പരപ്പിക്കുന്നുണ്ടെന്നുള്ളതാണ്. ഇത് കൂടുതൽ വ്യക്തികൾക്കും ഒരു കപ്പിൾ എനർജി തന്നെ ആയിരിക്കണം. കാരണം അത്തരത്തിലുള്ള ഒരു ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ് നമുക്ക് കാണാം. പ്രത്യേകിച്ച് നിങ്ങളോടുള്ള ആ ഒരു ഒബ്സഷൻ, അഡിക്ഷൻ, ഇനിയിപ്പോൾ അവരായിട്ട് ഒന്ന് സ്റ്റക്കായിട്ട് മാറി നിൽക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് മനസ്സ് നിയന്ത്രിക്കാൻ പറ്റാതെ നിങ്ങളിലേക്ക് വരാനുള്ള ഒരു താല്പര്യം. നിങ്ങളെന്നാ പുറംതിരിഞ്ഞ് നിൽക്കുകയാണെന്ന് അവർക്കറിയാം. ആ ഒരു പഴയ അറ്റാച്ച്മെൻറ്റ് നിങ്ങൾക്ക് തോന്നുന്നില്ല എന്നാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത്. എങ്കിൽ കൂടിയും അവർക്കെന്നാൽ നിങ്ങളെ ഉപേക്ഷിച്ചിട്ട് മനസ്സുകൊണ്ട് മാറി നിൽക്കാനായിട്ടും കഴിയാത്തൊരു സാഹചര്യമൊക്കെയാണ് നമുക്കിവിടെ തീർച്ചയായിട്ടും കാണാൻ കഴിയുന്നത്. അപ്പോൾ ആ ഒരു ഫാമിലി ബോണ്ടിങ് ഉണ്ടാവാനായിട്ട് അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു സ്നേഹവും സപ്പോർട്ടും ഒക്കെ കിട്ടാനായിട്ട് അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളതാണ്. നമ്മൾ നേരത്തത്തെ സ്പ്രെഡിൽ പറഞ്ഞതാണ്. നിങ്ങൾ മെച്യൂറായിട്ട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യേണ്ടുന്ന സമയത്ത് അങ്ങനെ തന്നെ അവരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവാം. അല്ലെങ്കിൽ എല്ലാ തരത്തിലും അവർക്കൊരു ഹെൽപ്പ് വേണ്ടുന്ന സമയത്തോ അഡ്വൈസ് വേണ്ടുന്ന സമയത്തോ ഒക്കെ കൊടുത്തിട്ടുണ്ടാവാം. ചില സമയത്ത് ചൈൽഡിഷ് ആണെന്ന് നമ്മൾ പറഞ്ഞു. അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ മാറി നിൽക്കാനും നിങ്ങൾക്കറിയാം. എന്ന് പറഞ്ഞതുപോലെ അതെല്ലാം ചിലപ്പോൾ അവർക്ക് ഈ ഒരു സമയത്ത് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടാവാം. സോ അതെല്ലാം വീണ്ടും നിങ്ങളിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് ഉണ്ടാവണം എന്നുള്ളൊരു ആഗ്രഹം നമുക്കിവിടെ തീർച്ചയായിട്ടും കാണാം. അതിനായിട്ട് അവരെ നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുമ്പോഴാണ് നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിൽ മാത്രം ശ്രദ്ധിച്ചിരിക്കുന്നു എന്നുള്ളൊരു തോന്നൽ ഈ ഒരു പേഴ്സൺ ഉണ്ടാവുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ മറ്റെന്തോ കാര്യത്തിലാണ് കൂടുതൽ മുഴുകിയിരിക്കുന്നത്. ഇവരോടിപ്പോൾ ആ ഒരു പഴയ പ്രതിപത്തി ഉണ്ടാവണമെന്നില്ല എന്നുള്ള ആ ഒരു എനർജിയൊക്കെയാണ് നമുക്കവിടെ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം വ്യക്തമാണ്. നിങ്ങൾക്കിടയിൽ അത്രയും കഠിനമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു നോ കോൺടാക്റ്റിലേക്ക് ഉണ്ടാവുന്നതിനായിട്ട് തക്കതായിട്ടുള്ള റീസൺസ് ഉണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ നോ കോൺടാക്റ്റ് എന്ന് പറയുമ്പോൾ ചിലവർക്ക് ഒരു സൗന്ദര്യപ്പിണക്കം വന്ന് അങ്ങനെ മാറി നിന്നും നോ കോൺടാക്റ്റ് ഉണ്ടാവുന്ന ആൾക്കാരുണ്ട്. രണ്ടുപേരും ഈഗോ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാൻ കഴിയാതെ നീ വരട്ടെ അല്ലെങ്കിൽ അവൻ വരട്ടെ അവൾ വരട്ടെ എന്ന് പറഞ്ഞിരിക്കുമ്പോൾ അങ്ങനെ ഉണ്ടാവാറുണ്ട്. ചിലവർക്ക് തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെ ഒരു അതികഠിനമായിട്ടുള്ള ഇടപെടൽ കൊണ്ട് മനസ്സിന് ആഗ്രഹം ഉണ്ടെങ്കിലും വരാൻ കഴിയാതെ ഇരിക്കുന്നവരുണ്ട്. അങ്ങനെ പല കാര്യങ്ങൾ കൊണ്ട് നോ കോൺടാക്റ്റ് ഉണ്ടാകാറുണ്ട്. തീവ്രത കുറഞ്ഞ കാര്യങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ ഹൈ ഇൻറ്റൻസിറ്റിയിലുള്ള റീസൺസ് തക്കതായിട്ടുള്ള റീസൺസ് നമ്മൾ പറയുന്ന കാര്യങ്ങൾ കൊണ്ട് തന്നെ നോ കോൺടാക്റ്റിലേക്ക് പോകുന്ന ആൾക്കാരുണ്ട്. ഇവിടെ ഒരു എനർജി വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു സൗന്ദര്യപ്പിണക്കോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടല്ല ഒരിക്കലും നിങ്ങൾ തമ്മിലൊരു
നോ കോണ്ടാക്റ്റോ കാര്യങ്ങളോ ഉണ്ടായിട്ടുള്ളത്. കാരണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പേഴ്സൺ നിങ്ങളെ സ്പൈ ചെയ്യാനും ഇത്രയും കാര്യമായിട്ട് നിങ്ങളെ ശ്രദ്ധിക്കാനും, നിങ്ങൾക്കിപ്പോൾ അവരോട് താല്പര്യമില്ല, നിങ്ങൾ വേറെ എന്തിലൊക്കെയോ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണ്, നിങ്ങൾ കൂടുതലായിട്ട് നിങ്ങളുടെ കാര്യത്തിലാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെന്നൊക്കെ അവർക്ക് തോന്നേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മൾ ചില സ്പ്രെഡൊക്കെ എടുക്കുമ്പോഴത്തേക്കും ആ ഒരു പാർട്ട്ണറായിരിക്കും അവിടെ ഭയങ്കരമായിട്ട് ഡൊമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത്. നിങ്ങളുടെ എനർജിക്ക് അവർ വലിയൊരു വാല്യൂ കൊടുക്കാത്തതുപോലെ നമുക്ക് തോന്നാറുണ്ട്. അതായത് അവർ തീരുമാനിക്കുന്ന പോലെ കാര്യങ്ങൾ പോവുള്ളൂ. എൻ്റെ കീഴിൽ തന്നെ ഈ ഒരു പേഴ്സൺ ഉണ്ടായിക്കോളും. ഞാൻ പറയുന്നതാണ് അവരുടെ വേദവാക്യം. ഞാൻ എന്ത് കാണിച്ചാലും അവരവിടെ ഉണ്ടാവും എന്നുള്ള ആ ഒരു ധാർഷ്ട്യവും കാര്യങ്ങളും നമുക്ക് കാണാൻ കഴിയാറുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ഒരു എനർജി ഫീലിങ്സിനും കൂടി വാല്യൂ കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ അത് മുഖവിലയ്ക്ക് എടുക്കുന്നുണ്ട്. നിങ്ങളാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞൊരു അവസ്ഥയിലാണ്. ഇപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ എനർജി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കുമ്പോൾ ചില സിറ്റുവേഷനിൽ വളരെ ദുഃഖിച്ചിരിക്കുന്നതും അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ ഒന്ന് വന്നാൽ മതി എന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാരും ഒക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ നിങ്ങളുടെ എനർജി കുറച്ചൊരു ബോൾഡായിട്ടാണ് കാണാൻ കഴിയുന്നത്. അതായത് ഈ ഒരു പേഴ്സൻ്റെ വിഷനിലൂടെ നോക്കുമ്പോൾ, ആംഗിളിലൂടെ നോക്കുമ്പോൾ അങ്ങനെയാണ് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു ഡിസിഷൻ എടുക്കേണ്ടുന്നൊരു സ്റ്റേജാണ്. അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്ന് പറഞ്ഞ് നിൽക്കുന്നൊരവസ്ഥയാണ്. അതിന് തക്കതായിട്ടുള്ളൊരു തീരുമാനം ഉണ്ടാവേണ്ടുന്നൊരു സമയത്തിലൂടെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് കടന്നു പോകുന്നതെന്നാണ് ആ ഒരു പേഴ്സൺ മനസ്സിലാക്കുന്നത്. ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മൾ പ്രത്യേകിച്ച് ക്ലൂസോ കാര്യങ്ങളോ എടുക്കുന്നില്ല. കാരണം അതിൻ്റെ ആവശ്യമില്ല. ഈ ഒരു പേഴ്സൻ്റെ ആസ്പെക്റ്റിലൂടെ ആണെന്നുണ്ടെങ്കിലും അവരുടെ നിങ്ങളോടുള്ള എനർജി, ആ ഒരു കാഴ്ചപ്പാടൊക്കെ നോക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ കമ്പയർ ചെയ്യുമ്പോൾ മനസ്സിലാക്കാനായിട്ട് കഴിയും. ഇതിൽ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് എത്രത്തോളം ഉണ്ട്, എത്രത്തോളം ഇൻവോൾവ്മെൻറ്റ് ഉണ്ടെന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോഴത്തെ ഈ നമ്മൾ പറഞ്ഞ ഒരു ബൗണ്ടറിയും കാര്യങ്ങളും നിങ്ങൾക്കിടയിലുണ്ടെങ്കിൽ ആ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിനായിട്ട് നിങ്ങൾ യൂണിവേഴ്സിനോട് ക്ലെയിം ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.